ചെയ്യുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റേക്ക് റെസിപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. സാധാരണ നമ്മൾ കേരള സ്റ്റൈൽ റെസിപ്പികളൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണത്. ഞാൻ സാധാരണ വീട്ടിൽ ചെയ്യാറുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന സിർലോയിൻ സ്റ്റേക്ക് വെച്ചിട്ടാണ്, ടോപ്പ് സിർലോയിൻ സ്റ്റേക്ക് വെച്ചിട്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ റിപ്പാണ്, ടീ ബോൺ സ്റ്റേക്കുകളാണ്. കാരണം അതിനാണ് കൂടുതൽ ടേസ്റ്റ്. പക്ഷെ എന്നാലും ഒരു സെക്കൻഡ് ഡിഗ്രിയിലേക്ക് നമുക്ക് ഇതിനെപ്പെടുത്താം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ആ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുമ്പോൾ ആ പേഴ്സണലൈസ്ഡിലേക്ക് പോകാതെ ആ ഓളിലേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ അപ്ലോഡ്സും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ഞാനൊരു പേപ്പർ ടവൽ വെച്ചിട്ട്, നമുക്ക് ഇത് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ആ വെള്ളം ഒന്ന് ഉപ്പിക്കളഞ്ഞാൽ മതി. ഒരു പേപ്പർ ടവലോ ഇതിലുപയോഗിച്ചിട്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ മാരിനേഷനാണ്. അപ്പോൾ നമുക്ക് റെഡിമെയ്ഡായിട്ട് മാരിനേഷൻ വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് സോൾട്ടും പെപ്പറും ഉപയോഗിച്ചിട്ട് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലും സോൾട്ടും പെപ്പറും ഉപയോഗിക്കുന്നത്. ഇതായാലും മതി കേട്ടോ. നമുക്ക് സിംഗിൾ ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് രണ്ട് സൈഡും ഇതുപോലെ നന്നായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ പെപ്പർ ഒരല്പം കുറവുണ്ട്. അപ്പോൾ ഞാൻ പെപ്പർ ഒരല്പം കൂടി ഒന്ന് ആഡ് ചെയ്യണം അതിനകത്തേക്ക്. രണ്ട് സൈഡിലും പെപ്പർ ഒരല്പം വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ മാരിനേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു അരമണിക്കൂറൊന്ന് നമ്മൾ എടുത്തു വയ്ക്കുകയാണ്. എന്നാലും അതിൻ്റെ ഫ്ലേവറൊക്കെ നമുക്ക് ആ മീറ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതേപോലെ ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് താഴെ ചാടാണ്ട് ഇരുന്നോളും. നമ്മൾ ഇട്ടുന്ന പൊടികളും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഇരിക്കണമെങ്കിൽ നമ്മൾ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് റാപ്പ് ചെയ്ത് വെക്കണം. നമുക്കൊരു അരമണിക്കൂർ വെക്കുന്നതുകൊണ്ട് നമുക്കതൊന്ന് റാപ്പ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഒരു അരമണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊന്നും വെച്ചില്ല കേട്ടോ. ഞാൻ മാരിനേഷനും കഴിഞ്ഞിട്ട് ഞാൻ റാപ്പ് ചെയ്ത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, അപ്പോൾ അതുപോലെ റാപ്പ് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചില്ല. കാരണം നമുക്ക് ആ റൂം ടെമ്പറേച്ചറിൽ തന്നെ അത് കുക്ക് ചെയ്താലാണ് അതിൻ്റെ ടേസ്റ്റ് വരത്തുള്ളൂ. ഇനി ഞാനൊരു പാൻ അവിടെ വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് പുക വരുന്ന രീതിയിൽ തന്നെ ചൂടാവണം. നമ്മളൊരു ഇരുമ്പിൻ്റെ പാനാണ് വെച്ചേക്കുന്നത്. നമ്മൾ വേറെ മറ്റേ നമ്മുടെ കോട്ടിങ്ങുള്ള പാനുകളൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ പാനോ അല്ലെങ്കിൽ ഗ്രില്ലോ ഉപയോഗിക്കണം. പിന്നെ നമുക്ക് ആവശ്യം കുറച്ച് ബട്ടർ വേണം, കുറച്ച് ഓയിൽ കനൽ ഓയിലോ, നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഒലിവ് ഓയിലോ അല്ലെങ്കിൽ നമ്മുടെ അവോക്കാഡോ ഓയിലോ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഒരു 2 തണ്ട് റോസ്മേരി ഞാൻ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഫ്ലേവറായിരിക്കും റോസ്മേരി നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 4 വെളുത്തുള്ളി നമുക്കൊന്ന് ചതച്ചിട്ട്, ഒന്ന് പതിയെ ചതച്ചിട്ട് നമുക്ക് അതിലേക്ക് തന്നെ ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ പാനൊന്ന് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ചൂടായിക്കോട്ടെ. നമുക്ക് അപ്പോഴേക്കും മീറ്റ് ഇടാം. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒരല്പം ഓയിലൊന്ന് ഒഴിച്ച്, ഒന്ന് കൂടുതൽ ഒഴിക്കേണ്ട കേട്ടോ. നമുക്ക് കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ മീറ്റ് ഫ്രൈ ആയിപ്പോവും. അപ്പോൾ ഒരല്പം ഒഴിച്ചാൽ മതി. ഹോട്ടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് പുകയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനൊന്ന് മീറ്റ് ഇടാണ്. ഞാനിപ്പോൾ ഇതൊരു 6 മിനിറ്റ് ഒരു സൈഡും ഒരു 4 മിനിറ്റ് മറച്ചിട്ടിട്ടാണ് ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു മീഡിയം രീതിയിലാണ് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ നമുക്ക് 4 രീതികളാണ് നമ്മളൊരു സ്റ്റേക്ക് കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് റെയർ, പിന്നെ മീഡിയം റെയർ, മീഡിയം, പിന്നെ വെൽഡൺ. അപ്പോൾ 4 രീതികളുണ്ട്. അപ്പോൾ ഞാനതൊന്ന് കാണിച്ചു തരാം. അത് നമുക്കിപ്പോൾ നമ്മുടെ ഈ പാമ്പ് നമ്മളൊന്ന് ഫ്രീ ആയിട്ട് പിടിച്ചിട്ട് നമ്മളൊന്ന് റിലാക്സ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഈ കൈ കൊണ്ട് ഈ ഫിംഗർ നമ്മളിവിടെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റണോ ആ സോഫ്റ്റ് ആയിരിക്കും റെയർ വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഫിംഗർ പിടിച്ചിട്ട് എത്ര സോഫ്റ്റ് നമുക്കിവിടെ ടച്ച് ചെയ്യാൻ കിട്ടുന്നുണ്ടോ ആ സോഫ്റ്റാണ് മീഡിയം റെയർ വരുന്നത്. പിന്നെ വരുന്നത് നമുക്ക് മീഡിയമാണ്. അത് നമ്മളിപ്പോൾ ഈ ഫിംഗർ നമ്മൾ
റിംഗ് ഫിംഗർ പിടിച്ചിട്ട് നമ്മളിവിടെ എന്തോരം ആ ഒരു ഇത് കിട്ടുന്നുണ്ടോ, നമുക്ക് ആ സോഫ്റ്റ്നെസ് കിട്ടുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ഈ മീറ്റിൽ ടച്ച് ചെയ്യുമ്പോൾ ആ സോഫ്റ്റ്നെസ് ആണെങ്കിൽ നമുക്ക് മീഡിയം ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ലിറ്റിൽ ഫിംഗർ പിടിച്ചിട്ടാണെങ്കിൽ നമുക്ക് എന്തോരം ആ സോഫ്റ്റ്നെസ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ടോ, കുറച്ചും കൂടി ഹാർഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ലേ. അപ്പോൾ അതാണ് നമുക്ക് വരുന്ന വെൽ ഡൺ. അപ്പോൾ ഞാൻ ഇവിടെ എടുക്കുന്ന മീഡിയമാണ്. അപ്പോൾ ഒരു 6 മിനിറ്റ് ഒരു സൈഡും ഒരു 4 മിനിറ്റ് മറച്ചു. അപ്പോൾ നമുക്ക് ഇനി ആഡ് ചെയ്യാനുള്ളത് ഗാർലിക്കാണ്, ബട്ടറാണ്. നമുക്കിനി ഒരല്പം ബട്ടർ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു 2 തണ്ട് റോസ്മേരി, പിന്നെ ഒരു 4 ഗാർലിക് ഉണ്ട്. അതൊന്ന് പതിയെ നമുക്ക് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. നമുക്ക് ഇതേപോലെ ആ ബട്ടർ ഒന്ന് കോരി വയ്ക്കണം. അപ്പോൾ ആ എല്ലാ ഫ്ലേവറും കൂടി ഇതിനകത്തേക്ക് ആഡാവും. നമ്മുടെ റോസ്മേരിയുടെയും നമ്മുടെ ഗാർലിക്കിൻ്റെയും എല്ലാ സ്മെല്ലും നമുക്കിപ്പോൾ വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിരിക്കും ഇങ്ങനെ നമ്മൾ ഈ ബട്ടറൊക്കെ കോരി ഒഴിച്ച് നമ്മൾ സ്റ്റേക്ക് ചെയ്യുമ്പോൾ. ഇപ്പോൾ നമുക്ക് ഒരു 5-5.5 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ തന്നെ നമുക്ക് മറച്ചിടേണ്ട സമയം ആവാറായുണ്ട്. അപ്പോൾ നമുക്ക് ആയിട്ടുണ്ട് അത്. ഇനി ഒന്ന് മറച്ചിടണം. ഇതുപോലെ നമ്മൾ ഇടയ്ക്കൊന്ന് കോരി ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോഴാണ് ആ ഫ്ലേവർ കറക്റ്റ് കിട്ടുള്ളൂ. നമുക്ക് ആ ബട്ടറും റോസ്മേരിയും ആ ഗാർലിക്കും കൂടി ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് ഫ്ലേവേഡായിട്ട് നമുക്ക് ആ ജ്യൂസ് ഇതിനകത്തേക്ക് ഒഴിക്കുമ്പോൾ ഇത് ടേസ്റ്റ് ആയിരിക്കും. നമ്മുടെ സ്റ്റേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പറഞ്ഞു തരുകൊണ്ട് നമുക്കൊരു സ്റ്റേക്ക് ഉണ്ടാക്കി തീർക്കാം. നമ്മുടെ ടൈമർ ഇപ്പോൾ ഓഫ് ചെയ്യാണ്, കാരണം 4 മിനിറ്റ് ഈ സൈഡും കുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. ഇനി നമ്മൾ ഇതൊന്ന് റാപ്പ് ചെയ്ത് വെക്കാൻ പോവാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യിക്കുകയാണ്. കാരണം നമുക്ക് മീറ്റ് കുക്ക് ചെയ്ത് എപ്പോഴും ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ജ്യൂസ് ഒക്കെ പുറത്തേക്ക് പോയിട്ടും, പിന്നെ അതുമല്ല നമ്മൾ അതിൻ്റെ ഒരു കുക്കിംഗ് പ്രോസസ്സ് അതിനകത്ത് തന്നെ ഒരു 5 ഡിഗ്രി വരെ നമുക്ക് അതിനകത്ത് നടക്കുന്നുണ്ടാവും. അപ്പോൾ ആ റാപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ജ്യൂസൊക്കെ അതിനകത്ത് തന്നെ ഇരുന്നും, അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യിക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്യണേക്കാളുമ്പോൾ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് നമുക്ക് കൂടുതൽ ഫുള്ള് റാപ്പ് ചെയ്യണ്ട, ജസ്റ്റ് മേളിലൊന്ന് ആ ചൂടൊന്ന് പോകാതിരിക്കാൻ വേണ്ടി മാത്രം ഒന്ന് ചെയ്താൽ മതി. ഇനി നമ്മളതിനുള്ള സോസ് റെഡിയാക്കുകയാണ്. അപ്പം ഞാൻ സോസ് ഡയാനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റിയുള്ള സോസാണ്. നമുക്ക് വളരെ സിമ്പിളായിട്ടാണ് നമ്മളത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു 1/2 മുറി സവാള വേണം. അപ്പോൾ ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതാണ്. നമുക്ക് ആ സെയിം പാൻ തന്നെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. നമുക്ക് ആ മീറ്റിൻ്റെ ജ്യൂസൊക്കെ ഉള്ള തന്നെ ആ സെയിം പാൻ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു 5-6 മഷ്റൂം കൂടി എടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരല്പം ഓയിസ്റ്റർ സോസും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ സോസിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇനി ഒന്ന് സീസൺ ചെയ്യണം കേട്ടോ. കുറച്ച് അല്പം സോൾട്ടും ഒരല്പം പെപ്പറും ഇട്ടിട്ട് നമുക്കൊന്ന് സീസൺ ചെയ്യണം.
നമുക്കൊന്ന് ഫ്ലാമ്പ് ചെയ്യാണ്ട്. അപ്പോൾ ഒരു അല്പം കോണിയാക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാണ് ഞാൻ. ഇനി ഒരു അല്പം ക്രീം കൂടി നമുക്കൊന്ന് ആഡ് ചെയ്യണം. ഒരു അര കപ്പ് ക്രീം കേട്ടോ. നമ്മുടെ സ്റ്റേക്കും സോസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല കറക്റ്റ് പാകമാണ്, നമ്മൾ മീഡിയത്തിൻ്റെ കറക്റ്റ് പാകമാണ്. ഇനി ഞാനതൊന്ന് മുറിച്ച് കാണിക്കാം. അപ്പോൾ ഒരു അല്പം സോസ് അതിൻ്റെ മേളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അതിന് തന്നെ നമ്മൾ ആ ഫ്ലാമ്പൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ കോണിയാക്കിൻ്റെ ആ ഫ്ലേവറും എല്ലാം കൂടി കയറി വന്നിട്ടുണ്ട് ഇതിനകത്ത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു ചെറിയ പിങ്ക് കളറായിരിക്കും. നമ്മൾ ഫുള്ളി കുക്ക്ഡ് അല്ല, വെൽഡൺ അല്ല, വളരെ സോഫ്റ്റ് മീറ്റാണിപ്പോൾ, ആ മീഡിയം ലെവല്. ഇനി നമുക്ക് ഇവനൊന്ന് കഴിച്ചു നോക്കാം. നല്ല ജ്യൂസിയാണ്. എൻ്റെ വായിൽ നിന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വന്നു തുടങ്ങി. കണ്ടോ, നമ്മൾ തൊടുമേക്ക് നല്ല സോഫ്റ്റായിട്ട് പോവാണ്. കിടിലൻ ടേസ്റ്റാണ്. ആ സോസ് പൊളിച്ചു. നല്ല ഫ്ലേവറാണ് ഇതിന്. അത് നമ്മളതിൻ്റെ മേളിൽ വെച്ചോണ്ട് വേണോ? ആ ഓ, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റിയാ. സൂപ്പർ ടേസ്റ്റി. ഇത് നമുക്ക് മാഷ് പൊട്ടാറ്റോൻ്റെ കൂടെയോ അല്ലെങ്കിൽ റൈസിൻ്റെ കൂടെയോ സ്റ്റിർ ഫ്രൈഡ് വെജിറ്റബിൾസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നമുക്ക് വൈറ്റ് റൈസിൻ്റെ കൂടെയൊക്കെ ആയിട്ട് നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇത് ഓൾറെഡി ചെയ്തതാണ്. നമ്മുടെ മാഷ് പൊട്ടാറ്റോ ഓൾറെഡി നമ്മൾ വീഡിയോ നേരത്തെ ഞാൻ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളൊന്ന് കയറി കാണുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.